നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസമായി ക്ലാസ് തന്നിട്ട് സെക്രട്ടറി അസിസ്റ്റൻ്റ് ബാച്ച് ഡിസംബർ 1 സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട ചെറിയൊരു തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിനാണെങ്കിലും 10th പ്രിലിംസിനാണെങ്കിലും 10th മെയിൻസിനാണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ 1857 റിവോൾട്ട്, അതേപോലെ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്റ്റുമാണിന്ന് നോക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർക്ക് ഒരു റിവിഷനായിട്ട് ഇതിന് ഉപയോഗിക്കാം. അതല്ല, അതിൽ ഇമ്പോർട്ടൻ്റ് പല പോയിന്റുകളും ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചതിൽ വിട്ടുപോയിട്ടുണ്ടാകാം. ഏറെക്കുറെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഫാക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ MCQ സീരീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ നോട്ട് നിങ്ങൾ ഇതിനിടയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് എഴുതണമെന്നില്ല. ഇതിൻ്റെ PDF നമ്മൾ ടാൻഡം പി എസ് സിയുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആരെങ്കിലും ചാനലിൽ അംഗമാവാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിലൊന്ന് അംഗമാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആര്? എന്താണ് ചോദ്യം? വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി സർ ഹ്യൂഗ് റോസ്, ഓപ്ഷൻ ഡി നാനാ സാഹിബ്. നമുക്കറിയാം 1857 റിവോൾട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ആര്? ഝാൻസി റാണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഝാൻസി റാണിയുടെ ധീരതയൊക്കെ കണ്ടിട്ട് ഝാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. ആരാണ് ആ വ്യക്തി എന്നാണ് ചോദ്യം. നെഹ്റു ആണോ, ഗാന്ധിജി ആണോ, ഹ്യൂഗ് റോസ് ആണോ, നാനാ സാഹിബ് ആണോ? ഇവരൊക്കെ ഈ ഒരു 1857 റിവോൾട്ടിൽ, ഗാന്ധിജി അല്ലാത്തവരൊക്കെ ഈ 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്കൊക്കെ വരുന്നത് പിന്നീടാണ്. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സർ ഹ്യൂഗ് റോസ് ആണ് ഝാൻസി റാണിയെ എന്ത് വിശേഷിപ്പിച്ചത്? വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് സർ ഹ്യൂഗ് റോസ് ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1887 വിപ്ലവത്തിന് ഝാൻസി, ഗ്വാളിയോർ എന്നീ പ്രദേശങ്ങളിൽ നേതൃത്വം കൊടുത്തത് മണികർണികയായിരുന്നു, അഥവാ ഝാൻസി റാണി. ഝാൻസി റാണിയുടെ മറ്റൊരു പേരാണ് മണികർണിക, റാണി ലക്ഷ്മിബായി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ പേരെന്താണ്? മണികർണികയാണ്. റാണി ലക്ഷ്മിബായി എന്നും അറിയപ്പെടുന്നു. ഝാൻസിയിലെ റാണി എന്ന അർത്ഥത്തിൽ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. ഝാൻസി, ഗ്വാളിയോർ എന്നീ പ്രദേശങ്ങളിലാണ് ഝാൻസി റാണി എന്തിന് നേതൃത്വം കൊടുത്തത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയൊക്കെയാണ് ഝാൻസി റാണി വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്ത് നോക്കണം. 1887 വിപ്ലവത്തിന് ഝാൻസി, ഗ്വാളിയോർ എന്നീ പ്രദേശങ്ങളിൽ നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയാണ് ഝാൻസി റാണി. യഥാർത്ഥ പേരെന്താണെന്ന് വെച്ചാൽ മണികർണികയാണ്. റാണി ലക്ഷ്മിബായി എന്നും അറിയപ്പെടുന്നുണ്ട്. വിപ്ലവത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും ആരാണ്? ഝാൻസി റാണിയാണ്. 1857 റിവോൾട്ടിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും ആരാണ്? അതും ഝാൻസി റാണിയാണ്. ഇനി ഈ ഝാൻസി റാണിയെ നെഹ്റു ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. ഝാൻസി റാണിക്ക് എന്താണ് ആ വിശേഷണം? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് നെഹ്റു ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. ഹ്യൂഗ് റോസ് എന്തായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്? വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്നായിരുന്നു ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത്. എങ്കിൽ നെഹ്റു എന്താണ് വിശേഷിപ്പിച്ചത്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് നെഹ്റു ഝാൻസി റാണിയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. 2 വിശേഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1858 ജൂൺ 12 ഝാൻസി റാണി വീരമൃത്യു മരിക്കുന്നത്. 1857 പിന്നെ കലാപം ആരംഭിച്ചു. 1858 ജൂൺ 18 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. മാറിപ്പോരുത് ഡേറ്റ്. 1858 ജൂൺ 18. 1857 മെയ് 10 ഈ കലാപം ആരംഭിക്കുന്നത്. മീററ്റിൽ വെച്ച് കലാപം ആരംഭിക്കുന്നത്. 1858 ജൂൺ 18 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി 1857 വിപ്ലവം അടിച്ചമർത്താൻ ഏൽക്കപ്പെട്ട ബ്രിട്ടീഷുകാരനാണ് സർ ഹ്യൂഗ് റോസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സർ ഹ്യൂഗ് റോസ് ആണ് സമുന്നത ധീര നേതാവ് എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെ.
ഈ ഹ്യൂഗ്രോസ് ആരായിരുന്നു? ഈ വിപ്ലവം അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സർ ഹ്യൂഗ്രോസ്. അദ്ദേഹത്തിന് പോലും എന്ത് ചെയ്തു, ഝാൻസി റാണിയെ ഒരു ധീര നേതാവ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഝാൻസി റാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്രയും ധീരമായിട്ട് പോരാടിയ ഒരു വനിതയായിരുന്നു ഝാൻസി റാണി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. 1880 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ടത്. മംഗൾ പാണ്ഡെയാണ് ആദ്യ രക്തസാക്ഷി. അപ്പോൾ 1857 റിവോൾട്ടിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മംഗൾ പാണ്ഡെയാണ് 1857 റിവോൾട്ടിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. ഈ മംഗൾ പാണ്ഡെ ആരായിരുന്നു? അദ്ദേഹം ഒരു സൈനികനായിരുന്നു അല്ലേ. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത്. മാറിപ്പോയത് ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നത് എന്നാണ് 1858 ജൂൺ 18 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുന്നത്. 1857 ഏപ്രിൽ 8. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, കലാപം തുടങ്ങിയത് മെയ് 10 അപ്പോൾ അതിന് മുമ്പ് കൊല്ലപ്പെട്ട ഒരാൾ എങ്ങനെ ഈ കലാപത്തിൽ ആദ്യ രക്തസാക്ഷിയായി എന്നുള്ളത് അല്ലേ. അതായത് ഈ മംഗൾ പാണ്ഡെയാണ് സത്യത്തിൽ ഈ സൈനികർക്കിടയിൽ ഇങ്ങനെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. അതാണ് പിന്നീട് ഈ 1857 റിവോൾട്ടിലേക്ക് നയിക്കുന്നത്. ഈ റിവോൾട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ തൂക്കിലേറ്റിയെങ്കിലും ഇദ്ദേഹം കത്തിച്ചുവിട്ട ഒരു തീപ്പൊരിയാണ് വലിയൊരു കലാപമായിട്ട് ഈ സൈനികരുടെയിൽ മാറിയത്. എൻഫീൽഡ് കാട്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉപയോഗിക്കാൻ വിസമ്മതിച്ച സൈനികർ ഉണ്ടാവാൻ ആ സൈനികർക്ക് ധൈര്യം കൊടുത്തതൊക്കെ ആരാണ്? ഈ പറയുന്ന മംഗൾ പാണ്ഡെയാണ്. അപ്പോൾ മംഗൾ പാണ്ഡെയുടെ കത്തിച്ചു വെച്ച ഒരു എന്താ പറയുക ഒരു സ്പാർക്കാണ് പിന്നീട് ഒരു വിപ്ലവത്തിലേക്ക്, സൈനികർക്കിടയിൽ ഒരു വിപ്ലവത്തിന് പിന്തുണ കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇതിൽ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, 1857 മെയ് 10 കലാപം തുടങ്ങുന്നത്. അതിന്റെ മുമ്പ് തന്നെ ഏപ്രിൽ 8 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയിട്ടുണ്ട്. 34th ബംഗാൾ ഇൻഫൻട്രി എന്ന പട്ടാള യൂണിറ്റിൽ അംഗമായിരുന്നു മംഗൾ പാണ്ഡെ. അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് PSC നേരത്തെ. ഏതാണ്? 34th ബംഗാൾ ഇൻഫൻട്രി ആണ്. 34th ബംഗാൾ ഇൻഫൻട്രി എന്ന പട്ടാള യൂണിറ്റിലായിരുന്നു ആരംഗമായിരുന്നത്? മംഗൾ പാണ്ഡെ അംഗമായിരുന്നത്. മംഗൾ പാണ്ഡെയുടെ കലാപം 1880 കലാപത്തിന് നേരിട്ട് കാരണമായില്ല. എന്നാൽ ഇത് ഇന്ത്യൻ ശിപ്പായിമാർ തങ്ങളുടെ ഇംഗ്ലീഷ് യജമാനന്മാർക്കെതിരെ പുലർത്തിയ കോപത്തിന്റെയും നിരാശയുടെയും വികാരം തീവ്രമാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് ഇദ്ദേഹം കൊളുത്തിവെച്ച ഒരു തീപ്പൊരിയാണ് പിന്നീട് വലിയൊരു അഗ്നിയായിട്ട് കത്തിപ്പടരുന്നത്. സൈനികരുടെ ഇടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിക്കാനും അവർക്കെതിരെ പോരാടാനുമുള്ള ധൈര്യം നൽകിയത് ഇദ്ദേഹത്തിന്റെ ഒരു തുടക്കമായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. 1857 കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ് ഈ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആരൊക്കെ പഠിച്ചു? ആദ്യത്തെ രക്തസാക്ഷിയെ പഠിച്ചു, ജോൺ ഓഫ് ആർക്ക് പഠിച്ചു, അതിന്റെ ബുദ്ധി കേന്ദ്രം ആരാന്ന് പഠിച്ചു. ആരാണ് ബുദ്ധി കേന്ദ്രം? നാനാ സാഹിബാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരെന്താണ്? ദോണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര്. അങ്ങനെയാണെങ്കിൽ രാമചന്ദ്ര പാണ്ഡുരംഗ് എന്ന് അറിയപ്പെടുന്ന ഒരാളുണ്ട്. അത് ആരാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്ന് യഥാർത്ഥ പേരുള്ള ഈ 1857 റിവോൾട്ടിൽ പങ്കെടുത്ത ഒരു വിപ്ലവകാരി ഉണ്ട്. അത് ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1857 റിവോൾട്ടിലെ കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം ആരായിരുന്നു? നാനാ സാഹിബായിരുന്നു. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്താണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വിപ്ലവത്തിനൊരു ചിഹ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ചിഹ്നം? വിപ്ലവത്തിന്റെ ചിഹ്നം എന്തായിരുന്നു? താമരയും ചപ്പാത്തിയും, അതാ ബ്രെഡ് ആൻഡ് ലോട്ടസ് ആയിരുന്നു ഈ വിപ്ലവത്തിന്റെ ഔദ്യോഗിക ചിഹ്നമായിട്ട് കണക്കാക്കിയത്. 1887 വിപ്ലവത്തിന് ഒരു സിമ്പൽ ഉണ്ടായിരുന്നു. ആ സിമ്പൽ എന്തായിരുന്നു? ബ്രെഡ് ആൻഡ് ലോട്ടസ്, അഥവാ റൊട്ടിയും ചപ്പാത്തിയും താമരയും, അല്ലെങ്കിൽ റൊട്ടിയും താമരയും എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. 1857 റിവോൾട്ടിന്, അതായത് 1887 കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആര്? ഓരോ പ്രദേശത്തും നേതൃത്വം കൊടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും അവിടുത്തെ നേതാക്കന്മാരെയൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ വിശദീകരിക്കും. അപ്പോൾ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരാ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മൗലവി അഹമ്മദുള്ള, ഓപ്ഷൻ ബി ബീഗം ഹസ്രത് മഹൽ, ഓപ്ഷൻ സി നാനാ സാഹിബ്, ഓപ്ഷൻ ഡി ഖേദം സിംഗ്. ഇതിൽ ആരാണ് കാൺപൂരിൽ ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ആരാണ് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത്? ഈ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആരാണ്? നാനാ സാഹിബാണ്.
അപ്പോൾ കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഓർത്തു വെക്കുക. കാരണം ഈ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന നാനാ സാഹിബാണ്. നാനാ സാഹിബ് നേതൃത്വം കൊടുത്തത് കാൺപൂരിലാണ് എന്നുള്ളത് അതൊന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെച്ചാൽ മതി. ഇനി ഈ കാൺപൂരിൽ നാനാ സാഹിബിനെ സഹായിച്ചത് ആരാണ്? അത് താന്തിയോ തോപ്പിയാണ്. ആരാണ് കാൺപൂരിൽ സഹായിച്ചത്? കാൺപൂരിൽ നാനാ സാഹിബിനെ സഹായിച്ചത് ആരാണ്? താന്തിയോ തോപ്പി. ഗറില്ല യുദ്ധമുറകളിലൂടെ പ്രശസ്തനായ താന്തിയോ തോപ്പിയായിരുന്നു കാൺപൂരിലെ വിപ്ലവത്തിന് ആരെ സഹായിച്ചത്? നാനാ സാഹിബിനെ സഹായിച്ചത്. ഈ താന്തിയോ തോപ്പി തന്നെ ഗോളിയോറിൽ ഝാൻസി റാണിയൊക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ. ഇനി മറ്റു വളരെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളും അവിടെ നേതൃത്വം കൊടുത്തവരെ നമ്മൾ നോക്കാം. ആദ്യമായിട്ട് നമുക്കറിയാം കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിലാണ്. മീററ്റിൽ ഖേദം സിംഗ് ആണ് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഓർത്തു വെക്കുക, നമ്മൾ ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണല്ലോ. ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഒരു ഖേദമായി മാറി എന്നൊക്കെ നമ്മൾ ഓർത്തു വെച്ചാൽ മതി. ഈ കലാപത്തിൽ അതിന് ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അല്ലേ. കലാപം വിചാരിച്ച രീതിയിൽ ഒരു ദേശീയ പ്രക്ഷോഭമാക്കി മാറ്റാനോ വിചാരിച്ച രീതിയിൽ ഒരു വിജയം കൈവരിക്കാനോ സാധിച്ചിട്ടില്ല. എങ്കിലും ബ്രിട്ടീഷ് ഭരണകൂടം ഒന്ന് വിറച്ച ഒരു പോരാട്ടം തന്നെയായിരുന്നു 1857 റിവോൾട്ട്. കാരണം അവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം നേരിട്ട് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്, അതേപോലെ പല നിയമങ്ങളും പിൻവലിച്ചതൊക്കെ ഈ ഒരു കലാപത്തിന്റെ 1857 റിവോൾട്ടിന്റെ ഒരു അനന്തരഫലമായിരുന്നു. അപ്പോൾ സത്യത്തിൽ വിജയമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തമായിട്ട് പരിശോധിക്കുമ്പോൾ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു വിജയമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ടു. അവിടെ ഖേദമായി എന്നുള്ളത് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ മീററ്റിലെ സമരത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? ഖേദം സിംഗ് ആണ് എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ഒരുപാട് നേതാക്കന്മാരെയും ഒരുപാട് സ്ഥലങ്ങളും നമുക്ക് പഠിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കണക്ഷനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആകും. ഇനി ആസാമിന് നേതൃത്വം കൊടുത്തത് ദിവാൻ മണിറാമാണ്. ആസാമിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ദിവാൻ മണിറാമാണ്. ആസാമിന് നേതൃത്വം കൊടുത്തത് ദിവാൻ മണിറാമാണ്. ലക്നൗ, ആഗ്ര, ഔധ് ഈ 3 സ്ഥലത്ത് നേതൃത്വം കൊടുക്കുന്നത് ബീഗം ഹസ്രത് മഹലാണ്. ബീഗം ഹസ്രത് മഹൽ എവിടെയൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? ലക്നൗ, ആഗ്ര, ഔധ്. സ്ഥലം മറന്നു പോയത്. ലക്നൗ, ആഗ്ര, ഔധ്. ബീഗം ഹസ്രത് മഹലാണ്. ഓക്കെ. ഇനി ഫൈസാബാദിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. ഈ ഒരു ഫൈസാബാദിന്റെ കാര്യം ഞാൻ ഓർത്തു വെച്ചത്, ഈ ഫൈസി മൗലവി എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിം പണ്ഡിതന്മാരുടെ ബിരുദങ്ങളാണ്. മുസ്ലിങ്ങളുടെ ഇടയിലുള്ള പണ്ഡിതന്മാരുടെ ബിരുദങ്ങളാണ് ഈ ഫൈസിയും മൗലവിയും ഒക്കെ. അപ്പോൾ ആ രീതിയിലാണ് ഞാനിതിനെ ഓർത്തു വെച്ചത്. അത് അറിയുന്ന ആളുകൾക്ക് ആ രീതിയിൽ ഓർത്തു വെക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ഓർത്തു വെക്കാം. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. പിന്നെ ബറേലിയിൽ നേതൃത്വം കൊടുത്തത് ഖാൻ ബഹാദൂർ ആണ്. ബറേലിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ഖാൻ ബഹാദൂർ. അതായത് 1887 വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം കൊടുത്തത് ഖാൻ ബഹാദൂർ. അതായത് ബറേലി ബഹാദൂർ അങ്ങനെ കൊടുത്ത ചതി. ബറേലി ബഹാദൂർ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ലക്നൗ, ആഗ്ര, ഔധ്, ബീഗം ഹസ്രത് മഹൽ, ആസാം ദിവാൻ മണിറാം, മീററ്റിൽ ഖേദം സിംഗ്, ബീഹാർ ജഗദീഷ്പൂർ എന്നീ സ്ഥലങ്ങളിൽ കൺവർ സിംഗ് ആണ്. കൺവർ സിംഗിന്റെ ഒരു വിശേഷണമുണ്ട്. കൺവർ സിംഗ് ആരായിരുന്നു? 1887 വിപ്ലവത്തിലെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. ഈ കൺവർ സിംഗ് നേതൃത്വം കൊടുത്തത് ബീഹാർ ജഗദീഷ്പൂർ എന്നീ പ്രദേശങ്ങളിലാണ്. കൺവർ സിംഗ് നേതൃത്വം കൊടുത്തത് ബീഹാർ ജഗദീഷ്പൂർ എന്നീ പ്രദേശങ്ങളിലാണ് കൺവർ സിംഗ് നേതൃത്വം കൊടുത്തത്. ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ജനറൽ ബക്ത് ഖാനാണ് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത്. ബഹദൂർ ഷാ സഫറിന്റെ പേരും പറയാറുണ്ട്. രണ്ടുകൂടി വരാൻ ചാൻസ് ഇല്ല. രണ്ടിൽ ഏതാ വരുന്നത് ആൻസർ ചെയ്യാം. കാരണം വിപ്ലവകാരികൾ അവിടെ നേതാവായിട്ട് രാജാവായിട്ട് വായിക്കുന്നത് ആരെയാണ്? ബഹദൂർ ഷാ സഫർ രണ്ടാമനെയാണ്. ഡൽഹി പിടിച്ചെടുക്കുകയും വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുക്കുകയും അവിടുത്തെ രാജാവായിട്ട് ആരെ വായിക്കുന്നു? ബഹദൂർ ഷാ സഫർ രണ്ടാമൻ, അവസാനത്തെ മുഗൾ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ബഹദൂർ ഷാ സഫർ രണ്ടാമനെ ഡൽഹിയിലെ രാജാവായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഓപ്ഷൻ ജനറൽ ബക്ത് ഖാൻ ആയിരിക്കും, അതല്ലെങ്കിൽ ആരായിരിക്കും? ബഹദൂർ ഷാ സഫർ രണ്ടാമനായിരിക്കും. ഇനി ഈ സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു? കോളിൻ ക്യാമ്പൽ ആയിരുന്നു വിപ്ലവത്തിലെ ബ്രിട്ടീഷ് സൈനിക തലവൻ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആര്? ഓപ്ഷൻ എ ആനി ബസന്റ്, ഓപ്ഷൻ ബി പ്രീതിലത വഡേക്കർ, ഓപ്ഷൻ സി ബീഗം ഹസ്രത് മഹൽ,
ഓപ്ഷൻ ഡി മഹാശ്വേതാ ദേവി. ഓപ്ഷൻ എ ആനി ബസന്റ്, ഓപ്ഷൻ ബി പ്രീതിലത വടേക്കർ, ഓപ്ഷൻ സി ബീഗം ഹസ്രത് മഹൽ, ഓപ്ഷൻ ഡി മഹാശ്വേതാ ദേവി. ഇതിൽ ആരാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി? ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പ്രീതിലത വദേദാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് പ്രീതിലത വദേദാർ ആണ്. ഈ പ്രീതിലത വദേദാർ കൊല്ലപ്പെടുന്നത് 1932 ആണ്. സെപ്റ്റംബർ 1932 സെപ്റ്റംബറിലാണ്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ആര് കൊല്ലപ്പെടുന്നുണ്ട്? ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നുണ്ട്. 1858 ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് 1932 പ്രീതിലത വദേദാർ രക്തസാക്ഷിയാകുന്നത്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി എന്ന് ചോദിക്കുമ്പോൾ അത് പ്രീതിലത വദേദാർ ആണ്. PSC നേരത്തെ കൊടുത്തിട്ടുള്ള ആൻസറും അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും പഠിപ്പിക്കുന്നതും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലൊക്കെ കിട്ടുക ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രീതിലത വദേദാറിന്റെ പേര് തന്നെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് സരോജിനി നായിഡുവിനെ അവിടെ പരിഗണിക്കാത്തത് എന്നുള്ളത് എനിക്കറിയില്ല. ആരെങ്കിലും അതിന് ആൻസർ അറിയെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതായിരുന്നാലും ആദ്യത്തെ വനിതാ രക്തസാക്ഷിയായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആരെയാണ്? പ്രീതിലത വദേദാറിനെയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ ഒരു ഇന്ത്യൻ വിപ്ലവകാരിയായിരുന്നു പ്രീതിലത വദേദാർ. 1911 മെയ് 5 ജനിക്കുന്നത്. 1932 സെപ്റ്റംബർ 23 കൊല്ലപ്പെടുന്നുണ്ട്. അതായത് വെറും 21 വർഷമാണ്, 21ാമത്തെ വയസ്സിലാണ് ഇവർ രക്തസാക്ഷിയാകുന്നത്. പ്രീതിലത വദേദാർ രക്തസാക്ഷിയാകുന്നത്. ചില സ്ഥലങ്ങളിൽ ഈ പ്രീതിലത വദേദാർ ബംഗാളിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന പേരിലും പറയപ്പെടുന്നുണ്ട്. പക്ഷേ PSCയുടെ ആൻസർ പ്രകാരം ആദ്യത്തെ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് പ്രീതിലത വദേദാർ ആണ്. നിങ്ങൾ ഓപ്ഷനിൽ ആരാ വരുന്നത് അതിനനുസരിച്ച് യുക്തി പോലെ ആൻസർ ചെയ്യാവുന്നതാണ്. പ്രീതിലത കുറച്ച് നാളത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം സൂര്യ സെന്നിന്റെ നേതൃത്വത്തിൽ സായുധ വിപ്ലവത്തിന്റെ പാത തെരഞ്ഞെടുത്തു. അപ്പോൾ സൂര്യ സെന്നിന്റെ കൂടെ സായുധ വിപ്ലവത്തിന്റെ പാത തെരഞ്ഞെടുത്തു. അധ്യാപികയായിരുന്നു ആദ്യം. പിന്നീട് എന്ത് ചെയ്തു? സൂര്യ സെന്നിന്റെ കൂടെ ഒരു സായുധ വിപ്ലവത്തിന്റെ മാർഗം സ്വീകരിച്ചു. പട്ടികൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ച ചിറ്റഗോങ്ങിലെ പഹർത്തലി യൂറോപ്യൻ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഒരു യൂറോപ്യൻ ക്ലബ്ബായിരുന്നു പഹർത്തലി യൂറോപ്യൻ ക്ലബ്ബ്. ചിറ്റഗോങ്ങിലായിരുന്നു ഇതുണ്ടായിരുന്നത്. ഇതിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചിരുന്നു. എന്തായിരുന്നു ബോർഡിലെ വാചകം? പട്ടികൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല. അതായത് ഇന്ത്യൻ ജനങ്ങളെ പട്ടികളോട് അല്ലെ പട്ടികളെക്കാൾ മോശമാക്കിയിട്ട് പരിഗണിക്കുന്ന ഒരു മനോഭാവമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്, ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ബോർഡ് അവിടെ വെച്ചത്. പട്ടികൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ച ചിറ്റഗോങ്ങിലെ പഹർത്തലി യൂറോപ്യൻ ക്ലബ്ബ് എന്ത് ചെയ്തു? പിന്നെ ഒരു സംഘം ആളുകൾ, ഇന്ത്യൻ വിപ്ലവകാരികൾ അഗ്നിക്കിരയാക്കി. ഇന്ത്യക്കാർക്കെതിരെ അങ്ങനെ മോശമായ ഒരു ബോർഡ് വെച്ച സ്ഥലമല്ലേ. അപ്പോൾ കുറച്ച് ഇന്ത്യൻ വിപ്ലവകാരികൾ 15 പേര് ചേർന്നിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ക്ലബ്ബ് അഗ്നിക്കിരയാക്കി. ഈ 15 പേരെ നയിച്ചിരുന്ന ആളാണ് ആര്? പ്രീതിലത വദേദാർ. അപ്പോൾ പ്രീതിലത വദേദാർ 1932 രക്തസാക്ഷിയാകുന്നത്. എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചിറ്റഗോങ്ങിലെ ഈ പറയുന്ന പഹർത്തലി യൂറോപ്യൻ ക്ലബ്ബ് അഗ്നിക്കിരയാക്കിയ 15 അംഗങ്ങളിൽ 15 അംഗ വിപ്ലവകാരികളുടെ നേതാവായിരുന്നു ആര്? ഈ പ്രീതിലത വദേദാർ. അങ്ങനെ എന്ത് ചെയ്തു? ഇവർ അറസ്റ്റിലാകും എന്നുള്ള ഒരു ഉറപ്പായി. ഇവർ വന്നിട്ട് വെടിവെപ്പൊക്കെ തുടങ്ങി. ഈ പ്രീതിലതക്ക് കൈക്ക് വെടിയേൽക്കൊക്കെ ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അറസ്റ്റിലാകും എന്ന് ഉറപ്പുള്ള, അതിന് മുമ്പ് കൂടെയുള്ള 14 പേരോട് രക്ഷപ്പെടാനൊക്കെ പറയുന്നുണ്ട് ഇവർ. അങ്ങനെ മറ്റുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. ഇവർ മാത്രം അവിടെ ബാക്കിയായി. ഇവർ എന്ത് ചെയ്തു? ഇവർ വെടിയുണ്ടൊക്കെ ഏറ്റു. ഇനി ബ്രിട്ടീഷുകാരുടെ കൈകളാൽ കൊല്ലപ്പെടരുത് എന്ന ഒരു വാശി ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? കയ്യിൽ സൂക്ഷിച്ചിരുന്ന പൊട്ടാസ്യം സയനൈഡ് ഉപയോഗിച്ച് ജീവൻ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മുൻകൂട്ടി തന്നെ താൻ അറസ്റ്റിലാകുമെന്നൊക്കെ കണ്ടിട്ട് ഈ പൊട്ടാസ്യം സയനൈഡൊക്കെ കയ്യിൽ കരുതിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ഏതായിരുന്നാലും ബ്രിട്ടീഷുകാരാൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് പ്രീതിലത വദേദാർ ആണ്. എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പരീക്ഷയ്ക്ക് ഏത് രീതിയിൽ ചോദ്യം വരുന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് രീതിയിൽ ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ കഴിയണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ ലാസ്റ്റിൽ വരാനിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടാൻഡം PSCയുടെ ഒരു കോഴ്സ് ഡിസംബർ 1 ആരംഭിക്കുന്നുണ്ട്. പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചാണ്. ചെറിയൊരു ഫീസാണ്
ഈ ഒരു കോഴ്സിന് വെക്കുന്നത് 999 രൂപ മാത്രമാണ്. ഇതൊരു ഫീസായിട്ടല്ല, ഒരു ഏകദേശം ഒരു 10 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ചെറിയൊരു ഫീസ് വെച്ചിട്ടുണ്ട്. 999 രൂപയാണ്. ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് ഞാൻ ആരംഭിച്ചിട്ടുള്ളത്. കാരണം വലിയ തുകയാണ്, 9,000 8,000 രൂപയൊക്കെയാണ് പല സെൻറ്ററുകളും ഈ ഒരു കോഴ്സിന് ഈടാക്കുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അത്ര വലിയൊരു ഫീസ് കൊടുത്തൊന്നും പഠിക്കാൻ കഴിയുന്ന ആളുകളായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പം പലർക്കും സംശയമാണ് ഇത്ര ചെറിയൊരു ഫീസിന് ഈ ക്ലാസ് ഫുള്ളായിട്ട് തരാൻ പറ്റുമോ എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു സംശയം വേണ്ട. കാരണം നിങ്ങൾക്കറിയാം LSG സെക്രട്ടറി സിലബസ് 2 മാസം ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇതൊരു ബിസിനസ് ആയിട്ടല്ല ഞാൻ ഇത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് ചെറിയൊരു ഫീസോട് കൂടി നമ്മൾ ഈ ക്ലാസ് പൂർത്തിയാക്കും. പ്രിലിംസും മെയിൻസും പൂർണ്ണമായിട്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. LSC എക്സാമിന് നമ്മുടെ കോഴ്സ് ഫോളോ ചെയ്ത ആളുകൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 40ഓളം ചോദ്യങ്ങൾ നമ്മൾ എടുത്ത ഭാഗത്ത് നിന്ന് തന്നെ 12 വർഷമായിട്ട് സർക്കാർ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ ഇന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന് പ്രധാന കാരണങ്ങൾ? ഒരുപാട് കാരണങ്ങൾ താഴെ പറയുന്നുണ്ട്. ഇതിൽ 1857 വിപ്ലവത്തിന് പ്രധാന കാരണമായത് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഒന്നാമത്തത് പുതിയ എൻഫീൽഡ് റൈഫിൾ കാട്രിഡ്ജുകളോടുള്ള സൈനികരുടെ അതൃപ്തി. 2, ബ്രിട്ടീഷുകാരുടെ ഉയർന്ന നികുതി നയങ്ങളും സാമ്പത്തിക ചൂഷണവും. 3, ദത്തവകാശ നിരോധന നിയമം. 4, ബ്രിട്ടീഷുകാർ ബംഗാളിൽ സതി ആചാരം പുനരാരംഭിച്ചത്. ഇതിൽ ഏതൊക്കെയാണ് 1857 വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1, 2, 3, 4, അതായത് 4 പ്രധാന കാരണങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബിയിൽ 1, 2, 3 മാത്രം എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സിയിൽ 1, 3 പറയുന്നുണ്ട്. ഓപ്ഷൻ ഡിയിൽ 2, 3 പറയുന്നുണ്ട്. ഇതിലേതാണ് 1857 കലാപത്തിന് പ്രധാന കാരണമായി വന്നത്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറച്ച് സമയം തരുന്നുണ്ട്. എല്ലാവരും ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിൻ്റെ ആൻസർ നോക്കാവൂ. സ്വന്തമായിട്ട് ആൻസർ ചെയ്തിട്ട് തെറ്റിയാലും കുഴപ്പമില്ല, ആൻസർ ചെയ്ത് നോക്കണം. ഓക്കെ, ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1, 2, 3 മാത്രമാണ് 1857 കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ. 4 എന്താണ്? ബ്രിട്ടീഷുകാർ ബംഗാളിൽ സതി ആചാരം പുനരാരംഭിച്ചു എന്നുള്ളത് തെറ്റാണ് അല്ലേ? പുനരാരംഭിക്കുകയല്ല ചെയ്തത്. ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? ബംഗാളിൽ സതി എന്ന ആചാരം നിർത്തലാക്കുകയാണ് ചെയ്തത്. വില്യം ബെന്റിംഗ് പ്രഭുവിന്റെ നേതൃത്വത്തിൽ ബംഗാളിൽ സതി ആചാരം നിർത്തലാക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. ആ നിർത്തലാക്കിയതും ചില ആളുകളെയൊക്കെ ഈ ഒരു കലാപത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പുനരാരംഭിച്ചു എന്നുള്ളത് തെറ്റാണ്. ബാക്കിയുള്ള 3 ഈ പറയുന്ന 1857 റിവോൾട്ടിലെ കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ്. ഏതൊക്കെയാണ്? പുതിയ എൻഫീൽഡ് റൈഫിൾ കാട്രിഡ്ജുകളോടുള്ള സൈനികരുടെ അതൃപ്തി ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഉയർന്ന നികുതികളും നയങ്ങളും ഒക്കെ, അതേപോലെ സാമ്പത്തിക ചൂഷണവും ഒക്കെ അതിന് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം ദത്തവകാശ നിരോധന നിയമം അതും അതിന് കാരണമായിട്ടുണ്ട് അല്ലേ? ഓക്കെ. പുതിയ എൻഫീൽഡ് റൈഫിൾ കാട്രിഡ്ജുകൾ കാരണം ഇന്ത്യൻ സൈനികർക്കിടയിൽ അതൃപ്തി പ്രകടമായിരുന്നു. 1857 കലാപത്തിന് പ്രധാന കാരണമായിരുന്നു ഇത്. പുതിയ എൻഫീൽഡ് റൈഫിൾ കാട്രിഡ്ജുകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയതായി കിംവദന്തികൾ പ്രചരിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു എൻഫീൽഡ് എന്ന് പറയുന്ന ബുള്ളറ്റ് പല്ലുകൊണ്ട് കടിച്ചിട്ട് വേണം എന്തിലിടാൻ? തോക്കിലിടാൻ. ഈ പുതിയ ഇത്തരം തിരകൾ പല്ലുകൊണ്ട് കടിച്ചിട്ട് വേണം ഇതിലിടാൻ. അപ്പം ഈ കടിക്കുന്ന സാധനം പശുവിൻ്റെയും പന്നിയുടെയും നെയ്യ് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള ഒരു കിംവദന്തി, ഒരു റൂമർ സൈനികർക്കിടയിൽ പരന്നു. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പന്നി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. പന്നി തൊടാൻ പോലും പറ്റാത്ത ഒരു സാധനമാണ്. പശു എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും എന്താണ് പ്രശ്നമാണ് അല്ലേ? അങ്ങനെ ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ ഹിന്ദു അതേപോലെ മുസ്ലിം സൈനികർ ഈ തിര ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈനികർ ഇത് ഉപയോഗിക്കാൻ നിർബന്ധിച്ചു. അവിടെ പ്രശ്നങ്ങൾ വന്നു, അവർക്കിടയിൽ പ്രശ്നങ്ങൾ വന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മംഗൾ പാണ്ഡെയുടെ തൂക്കിലേറ്റുന്നതിലേക്കൊക്കെ എത്തിച്ചത്. കാരണം മംഗൾ പാണ്ഡെ ഇതിനെതിരെ ശക്തമായിട്ട് ഇത് വിസമ്മതിച്ചു. അപ്പോൾ ഈ മംഗൾ പാണ്ഡെയുടെ ആ ഒരു പ്രവർത്തനമാണ് മറ്റുള്ള സൈനികർക്ക് കൂടി അതിനൊരു പ്രചോദനമായത്. അപ്പോൾ ഈ എൻഫീൽഡ് റൈഫിളിന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ എൻഫീൽഡ് റൈഫിൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചത് സൈനികരും സൈനിക തലവന്മാരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി. ഇതൊക്കെ പിന്നീട് സൈനികർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 1857 ഈ വിപ്ലവത്തിൽ പങ്കെടുക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഉയർന്ന നികുതി നയങ്ങളും സാമ്പത്തിക ചൂഷണവും ചൂഷണാത്മക സാമ്പത്തിക നയങ്ങളും ഇന്ത്യൻ കർഷകർക്കും
ജമീന്ദാർമാർക്കും ഇടയിൽ കടുത്ത നീരസം ഉണ്ടാക്കി. അതും ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നികുതി രീതികൾ, നികുതിയുടെ നിരക്ക് വളരെ നല്ലൊരു സംഖ്യ നികുതിയായിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ നിൽക്കുന്ന ജമീന്ദാർമാർക്കും നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ജമീന്ദാർമാർ ശരിക്ക് അവർ താഴെ ഉള്ള കർഷകരിൽ നിന്ന് നികുതി ഈടാക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് ഇത് ചെയ്യുന്നത്. അവർ മാക്സിമം നികുതി പിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിർബന്ധിതരായിട്ട് ഇവർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു വികാരം ഉണ്ടായിരുന്നു. ആ വികാരമാണ് ഇതിലേക്ക് നയിച്ചത്, 1857 റിവോൾട്ടിലേക്ക് നയിച്ചത്. നമ്മൾ ഈ 1857 റിവോൾട്ടിലെ വന്യവയോധികം എന്നറിയപ്പെടുന്ന കൺവർ സിംഗ് ഒക്കെ എന്തായിരുന്നു? ഒരു ജമീന്ദാർ ആയിരുന്നു. അങ്ങനെ ജമീന്ദാർമാർ പലരും ഈ ഒരു വിപ്ലവത്തിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നികുതി നയവും എന്താണ് 1857 റിവോൾട്ടിന് ഒരു കാരണമായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ പരമ്പരാഗത സാമ്പത്തിക ഘടനകളെ തടസ്സപ്പെടുത്തി. ഇത് ഇന്ത്യൻ ജനതയിൽ ദാരിദ്ര്യത്തിലേക്കും അസംതൃപ്തിയിലേക്കും നയിച്ചു. പിന്നെ ഒരു കാരണം പറയുന്നത് ദത്തവകാശ നിരോധന നിയമമാണ്. ദത്തവകാശ നിരോധന നിയമം വഴി അവകാശികളില്ലാത്ത ഏത് നാട്ടുരാജ്യവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അതായത് ഇപ്പോൾ ഒരു രാജാവിന് അവകാശികളില്ലെങ്കിൽ, ഒരു രാജാവിന് പുരുഷ അവകാശികളില്ലെങ്കിൽ ആ രാജ്യം എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് കൂട്ടിച്ചേർക്കും എന്നുള്ള ഒരു നയമാണ് 1853 ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ഒരു നയമാണ് ദത്തവകാശ നിരോധന നിയമം. അതായത് ഇവരെന്താ ചെയ്യുക? രാജാക്കന്മാർക്ക് ആൺകുട്ടികളില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടിയെ അവർ ദത്തെടുക്കും. പിന്നീട് ഈ ദത്തെടുത്ത ദത്തുപുത്രനായിരുന്നു ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി വരിക. അപ്പൊ ഈ ഒരു സംഗതികളെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഇല്ലാതാക്കി. അതായത് ആൺകുട്ടികളില്ലെങ്കിൽ ആ രാജ്യം എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കണം. അവിടെ പിന്നെ ഒരു ദത്തുപുത്രനെ ഒന്ന് വെച്ചിട്ട് ഭരണം നടത്താൻ പറ്റൂല എന്നുള്ള ഒരു നിയമം ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. സത്താറയാണ് ആദ്യമായിട്ട് കൂട്ടിച്ചേർത്ത പ്രദേശം. ഈ അടുത്ത് LSTS എക്സാമിനാണെന്ന് എനിക്ക് തോന്നുന്നത് ചോദിച്ചൊരു ചോദ്യമാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണെന്നുള്ളത്. സത്താറയാണ് ആദ്യമായിട്ട് ഈ നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ ഇത് ഒരുപാട് നാട്ടുരാജാക്കന്മാരിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഝാൻസി റാണിയൊക്കെ ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ദത്തവകാശ നിരോധന നിയമമാണ്. ദത്തവകാശ നിരോധന നിയമം വഴി അവകാശികളില്ലാത്ത ഏത് നാട്ടുരാജ്യവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. റാണി ലക്ഷ്മിബായിയുടെ ഭർത്താവ് ഗംഗാധർ റാവുവിന്റെ മരണശേഷം അവർക്ക് നേരിട്ട് പുരുഷാവകാശം ഇല്ലാതിരുന്നതിനാൽ ഝാൻസിയെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരം ചേർത്തു. അതായത് ഗംഗാധർ റാവു ആയിരുന്നു ഈ ഝാൻസിയിലെ രാജാവ് എന്നറിയപ്പെടുന്നത്. അവരുടെ ഭാര്യയാണ് ഈ പറയുന്ന ഝാൻസി റാണി. അവർക്ക് ആരുണ്ടായിരുന്നില്ല? പുരുഷ അവകാശികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഈ ഒരു സ്ഥലം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യയോട് ബ്രിട്ടീഷ് പ്രൊവിൻസിനോട് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതിന്റെ ആ അടിസ്ഥാനത്തിലാണ് ഝാൻസി റാണി ഈ ഒരു സമരത്തിലേക്ക് പങ്കെടുക്കുന്നത്. തന്റെ ദത്തുപുത്രനെ നിയമാനുസൃത അവകാശിയായി അംഗീകരിക്കാൻ ബ്രിട്ടീഷുകാർ വിസമ്മതിച്ചു. ഇത് 1887 കലാപത്തിൽ ബ്രിട്ടീഷ് ഭരണത്തെ ചെറുക്കാൻ റാണി ലക്ഷ്മിബായിയെ പ്രേരിപ്പിച്ചു. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പിന്നെ 1829 ഗവർണർ ജനറൽ ലോർഡ് വില്യം ബെന്റിക്കിന്റെ കീഴിൽ സതി നിർത്തലാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞു സതി പുനരാരംഭിച്ചു എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താ ചെയ്തത്? 1829 ഗവർണർ ജനറൽ ലോർഡ് വില്യം ബെന്റിക്കിന്റെ കീഴിൽ എന്ത് ചെയ്തു? സതി നിർത്തലാക്കി. അതിന് പ്രചോദനം നൽകിയത് രാജാറാം മോഹൻ റോയ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നമ്മൾ വീണ്ടും നമുക്ക് പഠിക്കാം. ഇപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. 1829 എന്ത് ചെയ്തു? ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക്കിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? സതി നിരോധിച്ചു. 1887 കലാപത്തിന് കാരണമായ നിരവധി പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഈ സതി നിർത്തലാക്കൽ. അപ്പോൾ സതി നിർത്തലാക്കലിന് ഒരു ആചാരത്തിന്, ഒരു മതവിഭാഗത്തിന്റെ ആചാരത്തിനെതിരെ ബ്രിട്ടീഷുകാർ പ്രവർത്തിച്ചു എന്നുള്ളതും ചില ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 1887 വിപ്ലവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഒരു കാരണമായിട്ട് പറയാം. സതി നിർത്തലാക്കിയത് ഒരു കാരണമായിട്ട് പറയാം. സതി പുനരാരംഭിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റായത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. 1857 കലാപത്തിന്റെ ആഘാതത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1887 കലാപം കൊണ്ടുണ്ടായ ആഘാതങ്ങളാണ് താഴെ പറയുന്നവയിൽ ഏതാണ് അതിൽ ശരിയായതെന്നാണ് ചോദ്യം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ നേരിട്ടുള്ള ബ്രിട്ടീഷ് കിരീടത്തിന്റെ കീഴിലായി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യൻ രാജാക്കന്മാർക്ക് അവരുടെ പ്രദേശങ്ങൾ ഇനി കൂട്ടിച്ചേർക്കപ്പെടില്ലെന്ന് ഉറപ്പ് നൽകി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇതിൽ ഏതൊക്കെയാണ് 1857 കലാപത്തിന്റെ ആഘാതങ്ങളെക്കുറിച്ച് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം. ഓപ്ഷൻ 1, 2, ഓപ്ഷൻ എ പറയുന്നത് 1, 2, 3 ആണ്. അതായത് 3ഉം ശരിയാണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് 1 and 3 എന്നാണ്. അതായത് 1, 3 മാത്രമാണ് ശരി, 2 തെറ്റാണെന്ന് പറയുന്നു.
ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ 1ഉം 2ഉം ശരിയാണ്, 3 തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ 1 മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ആൻസർ ചെയ്ത് നോക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ സമയം തരുന്നത്. ഒന്ന് വായിച്ച് നോക്കാനുള്ളൊരു സമയം തരുവാണ്. പെട്ടെന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, ആൻസർ കിട്ടിയിട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നു. ആൻസർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കിട്ടിയിട്ട് ബാക്കി പ്ലേ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1ഉം 2ഉം മാത്രമാണ് ഈ 1887 കലാപത്തിന്റെ ആഘാതങ്ങളായിട്ട് കണക്കാക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്നുള്ളത് എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 2ഉം ശരിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ നേരിട്ടുള്ള ബ്രിട്ടീഷ് കിരീടത്തിന്റെ കീഴിലായി. അത് നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റാണ്. അത് കറക്റ്റ് ആണ്. പിന്നെ ഇന്ത്യൻ രാജാക്കന്മാർക്ക് അവരുടെ പ്രദേശങ്ങൾ ഇനി കൂട്ടിച്ചേർക്കപ്പെടില്ലെന്ന് ഉറപ്പ് നൽകി. അതായത് ദത്താവകാശ നിരോധന നിയമപ്രകാരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തതാണ് കലാപത്തിലേക്ക് നയിച്ചൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് കൂട്ടിച്ചേർക്കില്ല എന്നുള്ള ഉറപ്പ് രാജാക്കന്മാർക്ക് നൽകി. ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഇന്ത്യയിലെ ഭരണകാര്യങ്ങളും മേൽനോട്ടം വഹിക്കാൻ ഇന്ത്യക്കായി ഒരു സ്റ്റേറ്റ് സെക്രട്ടറി നിയമിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അതായത് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം ഏറ്റെടുത്തു? ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. പിന്നീട് 1858 ശേഷം കമ്പനി ഭരണം മാറിയിട്ട് ഒരു ക്രൗൺ റൂളാണ് നമ്മൾ കാണുന്നത് 1858 ശേഷം. അപ്പോൾ ഈ ക്രൗൺ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു സ്റ്റേറ്റ് സെക്രട്ടറിയെ നിയമിച്ചു. ഈ ഭരണകാര്യങ്ങൾ നേതൃത്വം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു സ്റ്റേറ്റ് സെക്രട്ടറിയെ ആര് നിയമിച്ചു? ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ചു. ചില വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഇന്ത്യൻ രാജാക്കന്മാർക്ക് അവരുടെ പ്രദേശങ്ങൾ ഇനി ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെടില്ലെന്ന് ഉറപ്പ് നൽകി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ദത്തവകാശ നിരോധന നിയമപ്രകാരം ഇനി ഒരു പ്രദേശങ്ങളും കൂട്ടിച്ചേർക്കില്ല എന്നുള്ള ചില വ്യവസ്ഥകളോടുകൂടി അവർക്ക് ഉറപ്പ് നൽകി. എന്തിനു വേണ്ടിയാണ്? അവരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി, ബ്രിട്ടീഷുകാരുടെ കൂടെ ഈ രാജാക്കന്മാർ നിൽക്കാൻ വേണ്ടി, അവരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇനിയൊരു കലാപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അത് നേരിടാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. അപ്പം പരമാവധി നാട്ടുരാജാക്കന്മാർക്ക് കൂടെ നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ദത്തവകാശ നിരോധന നിയമം ഇനി നടപ്പിലാക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് ആർക്ക് നൽകി? നാട്ടുരാജാക്കന്മാർക്ക് നൽകി. 1888 വിക്ടോറിയ രാജ്ഞിയുടെ പ്രഖ്യാപനത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ രാജാക്കന്മാരുടെ അവകാശങ്ങളെ മാനിക്കുമെന്നും അവരുടെ പ്രദേശങ്ങളെ പിടിച്ചെടുക്കില്ലെന്നും അങ്ങനെ അവർക്ക് ക്രൗൺ റൂളിന് കീഴിൽ സുരക്ഷിതത്വ ബോധം നൽകുമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്ത് ചെയ്തു? ഈ നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ക്രൗൺ റൂളിന് കീഴിൽ എന്താണ്? സുരക്ഷിതരാണ്, നിങ്ങളുടെ പ്രദേശങ്ങളൊന്നും ഞങ്ങൾ പിടിച്ചെടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നൊക്കെ അവർക്കൊരു വാഗ്ദാനം കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, കലാപത്തിന് ശേഷം ഭാവിയിൽ വലിയ തോതിലുള്ള കലാപങ്ങൾ തടയുന്നതിനായി ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരുടെ അനുപാതം ബ്രിട്ടീഷുകാർ വെട്ടിക്കുറച്ചു. അതായത് നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സൈനികരുടെ എണ്ണം കൂട്ടി എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. കൂട്ടല്ല ചെയ്തത്. എന്താ ചെയ്തത്? സൈനികരുടെ എണ്ണം ഗണ്യമായി കുറക്കുകയാണ് ചെയ്തത്. കാരണം ഈ സൈന്യത്തിൽ കൂടുതൽ ഇന്ത്യൻ സൈനികരാകുമ്പോൾ എന്ത് ചെയ്യാം? ഇതേപോലെയുള്ള വിപ്ലവങ്ങൾ ഇനിയും ഉണ്ടാകും, സൈനികരൊക്കെ അതിൽ പങ്കെടുക്കും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സൈനികരുടെ എണ്ണം കുറക്കുകയും ബ്രിട്ടീഷുകാരുടെ എണ്ണം കൂട്ടുകയും ചെയ്തു. ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും സൈന്യത്തെ പുനഃക്രമീകരിക്കുകയും ചെയ്തു. അതായത് ഇന്ത്യക്കാരുടെ എണ്ണം കുറച്ചിട്ട് പകരം ബ്രിട്ടീഷ് സൈനികരെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പ്രമുഖ നേതാവായിരുന്നു സരോജിനി നായിഡു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്ഥാപിക്കുന്നതിൽ ഉഷ മേത്ത പ്രധാന പങ്ക് വഹിച്ചു. ഇത് മലയാളീകരിക്കുമ്പോൾ ഭൂഗർഭ റേഡിയോ എന്നൊക്കെയാണ് വരിക കേട്ടോ. അണ്ടർഗ്രൗണ്ട് റേഡിയോ അല്ലെങ്കിൽ മലയാളത്തിലാവുമ്പോൾ ഭൂഗർഭ റേഡിയോ എന്നാണ് വരിക. അത് ഏതാണ് ഓപ്ഷനിൽ വരിക നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ WIA 1917 സ്ഥാപിക്കപ്പെടുകയും സ്ത്രീകളുടെ വോട്ടവകാശത്തിനായി പ്രചാരണം നടത്തുകയും ചെയ്തു. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷയായ ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എല്ലാം ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ സി 1, 4 ശരിയാണെന്ന് പറയുന്നു.
ഓപ്ഷൻ ഡി 1, 3, 4 ശരിയാണെന്ന് പറയുന്നു. ഏതാണ് യഥാർത്ഥ ആൻസർ? ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കിട്ടാത്തവർ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരി. എല്ലാം ശരിയാണ്. ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. അതായത് ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പ്രമുഖ നേതാവായിരുന്നു സരോജിനി നായിഡു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അണ്ടർഗ്രൗണ്ട് റേഡിയോ അഥവാ ഭൂഗർഭ റേഡിയോ സ്ഥാപിക്കുന്നതിൽ ഉഷ മേത്ത പ്രധാന പങ്ക് വഹിച്ചു. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ 1917 സ്ഥാപിക്കപ്പെടുകയും സ്ത്രീകളുടെ വോട്ടവകാശത്തിനായി പ്രചാരണം നടത്തുകയും ചെയ്തു. ഇതൊക്കെ ശരിയായ സ്റ്റേറ്റ്മെന്റാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷയായ ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇത് 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്കുമായിട്ട് ബന്ധപ്പെട്ട ഈ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇന്ത്യയുടെ നൈറ്റിംഗൽ എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു. കൂടാതെ 1930കളിൽ തുടക്കത്തിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ ഒരു പ്രധാന പങ്ക് നായിഡു വഹിച്ചിട്ടുണ്ട്. ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് അറിയുന്ന പോയിന്റുകൾ തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഉഷ മേത്ത ഫ്രീഡം റേഡിയോ എന്ന പേരിൽ ഒരു ഭൂഗർഭ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്തു. അതായത് അണ്ടർഗ്രൗണ്ട് റേഡിയോ എന്നും പറയും. അതിന്റെ പേരെന്താണ്? ഫ്രീഡം റേഡിയോ എന്നാണ്. ഇത് ഏത് പേരാണ് പരീക്ഷയ്ക്ക് വരിക എന്നറിയില്ല. എല്ലാ പേരുകളും ഒന്ന് ഓർത്ത് വെക്കണം. ഭൂഗർഭ റേഡിയോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് റേഡിയോ എന്ന് പറയും. അതല്ലെങ്കിൽ ഫ്രീഡം റേഡിയോ എന്നൊക്കെ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് ഈ റേഡിയോയിലൂടെ നൽകിയത്. അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചതാണ് ഈ ന്യൂസ് പേപ്പറുകളും റേഡിയോകളും ഒക്കെ. അതിലൂടെയാണ് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുള്ളത്. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ 1917 സ്ഥാപിതമായതാണ്. കൂടാതെ വോട്ടവകാശം ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നതിൽ സജീവമായി ഏർപ്പെട്ടിരുന്നു. അതായത് വുമൺ ഇന്ത്യൻ അസോസിയേഷൻ അഥവാ WIA എന്നൊരു സംഘടന 1917 സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെന്താണ്? സ്ത്രീകൾക്ക് അതുവരെ പുരുഷന്മാർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്ത്രീകൾക്ക് കൂടി വോട്ടവകാശം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികൾ ഈ ഒരു വിമൻസ് ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നു എന്നാണ് പറയുന്നത്. വിജയലക്ഷ്മി പണ്ഡിറ്റ് 1953 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അധ്യക്ഷയായ ആദ്യ വനിതയായി. അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു പ്രമുഖ നേതാവായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമുഖ നേതാവായിരുന്നു ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഈ വിജയലക്ഷ്മി പണ്ഡിറ്റ് 1953 എന്ത് ചെയ്തു? ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അധ്യക്ഷയായിരുന്നു. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ അധ്യക്ഷയാകുന്ന ആദ്യത്തെ വനിതയാണ് ആര്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ്. വനിതാ നേതാക്കൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മാത്രമല്ല സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സാമൂഹിക പരിഷ്കാരങ്ങൾക്കും വേണ്ടി പോരാടി. സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് അവബോധം വളർത്താൻ സഹായിച്ചു. ഇത് സമൂഹത്തിലെ സ്ത്രീകളുടെ റോളുകളെ കുറിച്ചുള്ള പൊതു വീക്ഷണത്തിൽ മാറ്റങ്ങൾ കാരണമായി. അതായത് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, പൊതുരംഗത്തെ കൂടി ഇറങ്ങി പുരുഷന്മാരെ പോലെ ഇടപെടേണ്ടവരാണ് എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാക്കാൻ, ആ ഒരു സന്ദേശമൊക്കെ കൈമാറാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, ഇത്തരം വനിതകളുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്നാണ് അവിടെ പറയുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ സമാഹരിക്കുന്നതിലും ഭാവിയിൽ ഇന്ത്യയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് അടിത്തറ ഇടുന്നതിലും അവരുടെ സംഭാവനകൾ അനിവാര്യമായിരുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശദീകരിക്കേണ്ട പോയിന്റ് അല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് വായിച്ചു പോകുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ 2 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ഇത് ശരിയായി മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ലിസ്റ്റ് 1 എന്തൊക്കെയുള്ളത്? 1 ഓഗസ്റ്റ് ഓഫർ ഉണ്ട്, 2 ക്രിപ്സ് മിഷൻ ഉണ്ട്, 3 വേവൽ പ്ലാൻ ഉണ്ട്, 4 ക്യാബിനറ്റ് മിഷൻ ഉണ്ട്. ലിസ്റ്റ് 2 ഇതിൻ്റെയൊക്കെ വർഷങ്ങളാണ് കൊടുത്തുള്ളത്. അത് കൃത്യമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് വർഷങ്ങൾ നോക്കാം. ഓപ്ഷൻ എയിൽ 1946 ഉണ്ട്, ഓപ്ഷൻ ബിയിൽ 1945 ഉണ്ട്, ഓപ്ഷൻ സിയിൽ 1940 ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ 1942 ഉണ്ട്. ഇതിൽ ഏതാണ് ശരിയായ? ഞാൻ ഓപ്ഷൻ ഒന്നായിട്ട് വായിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഈ ഒരു ലിസ്റ്റ് 1, ലിസ്റ്റ് 2 വെച്ചിട്ട് ഓഗസ്റ്റ് ഓഫർ ഏത് വർഷമാണ്, ക്രിപ്സ് മിഷൻ ഏത് വർഷമാണ്, വേവൽ പ്ലാൻ ഏത് വർഷമാണ്, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഏത് വർഷമാണ്, ഒന്ന് മാപ്പ് ചെയ്ത് നോക്കുക. 4 മാപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് സമയം തരാം. ഒന്ന് പെട്ടെന്ന് മാപ്പ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ.
ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇവിടെ 1 സി ആണ്. അതായത് ഓഗസ്റ്റ് ഓഫർ ഏതാണ് വർഷം? 1940 ആണ് അല്ലേ? ഓഗസ്റ്റ് ഓഫർ 1940 ആണ്. ക്രിപ്സ് മിഷൻ 1942 ആണെന്ന് എല്ലാവർക്കും അറിയുന്ന പോയിന്റ് ആയിരിക്കും. ക്രിപ്സ് മിഷൻ 1942 ആണ്. പിന്നെ വേവൽ പ്ലാൻ എന്നാണ്? വേവൽ പ്ലാന് 1945 അല്ലേ? വേവൽ പ്ലാൻ വരുന്നത് 1945. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വരുന്നത് അതും എല്ലാവർക്കും അറിയുന്ന വർഷമായിരിക്കും, 1946. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ ഇതിൽ നമുക്ക് എല്ലാവർക്കും കൂടുതൽ ആളുകൾക്ക് അറിയുന്ന 2 ഓപ്ഷനുകളായിരിക്കും, ക്രിപ്സ് മിഷനും അതേപോലെ ക്യാബിനറ്റ് മിഷൻ പ്ലാനും. അപ്പോൾ ഇത് രണ്ടിന്റെ ആൻസർ ആദ്യം ഒന്ന് മാപ്പ് ചെയ്ത് നോക്കുക. 2-ന് ഡിയും 4-ന് എയും വരുന്ന ഓപ്ഷൻ ഏതൊക്കെയുള്ളത് നോക്കുക. 2-ന് ഡിയും 4-ന് എയും വരുന്ന ഓപ്ഷൻ എ ഉണ്ട്, സി ഉണ്ട് അല്ലേ? അപ്പോൾ എയും സിയും ആണ് ആൻസർ ആയിട്ട് വരുള്ളൂ. ഇനി ബാക്കിയുള്ളത് ആ 2-ന് ഏതാണ് ആൻസർ എന്നുള്ളത് കണ്ടെത്താനാണ് പിന്നെ കുറച്ച് ഒരു പ്രയാസം ഉണ്ടാവും അല്ലേ? അതിലേതെങ്കിലും ഒന്നിന്റെ ആൻസർ കിട്ടി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ഈ രീതിയിൽ എലിമിനേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ 2 കിട്ടിയാൽ തന്നെ ചിലപ്പോൾ ആൻസർ കിട്ടും, ചിലപ്പോൾ 1 കിട്ടിയാൽ പോലും ആൻസർ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്ത് പോകരുത്, സ്കിപ്പ് ചെയ്ത് പോകരുത്. ഈ രീതിയിലൊക്കെ എലിമിനേഷൻ മെത്തേഡ് വഴി നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. വെറുതെ കറക്കി കുത്താനല്ല ഞാൻ പറഞ്ഞത്. അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് 1, 2 ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്, ബാക്കി 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ 2 ഓപ്ഷന് മാക്സിമം നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. അതൊരു പക്ഷേ നിങ്ങൾ മാർക്കിൽ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് ഓഫർ 1940 2-ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ സഹകരണം ഉറപ്പാക്കാൻ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിങ്ലിത്കോ പ്രഭു നിർദ്ദേശിച്ചതാണ് ഓഗസ്റ്റ് ഓഫർ. അതായത് 1940 ഇന്ത്യയിൽ വൈസ്രോയി ആരായിരുന്നു? ലിങ്ലിത്കോ പ്രഭു ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെക്കുന്നത്. എന്തിനാണ് ഈ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ചത്? അതായത് 2-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ത്യക്കാരുടെ പിന്തുണ ആർക്ക് വേണം? ബ്രിട്ടീഷുകാർക്ക് വേണം. ഈ യുദ്ധത്തിൽ എന്ത് വേണം? ഇന്ത്യക്കാരുടെ പിന്തുണ ബ്രിട്ടീഷുകാർക്ക് കിട്ടണം. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു ഓഫർ തരാണ് നമുക്ക്. ഈ യുദ്ധം കയ്യേറ്റങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യാം, ഡൊമിനിയൻ പദവി തരാമെന്നുള്ളതൊക്കെ ഓഫർ വെച്ചുകൊണ്ട് ഇന്ത്യക്കാരെ ഈ യുദ്ധത്തിൽ പങ്കാളികളാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ഓഗസ്റ്റ് ഓഫർ കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. യുദ്ധാനന്തരം ഡൊമിനിയൻ പദവിയും കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുന്നതിനായി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ വിപുലീകരണവും വാഗ്ദാനം ചെയ്തു. അപ്പോൾ 2 വാഗ്ദാനമാണ് ഓഗസ്റ്റ് ഓഫറിൽ ഉണ്ടായിരുന്നത്. 2 നിങ്ങൾ ഓർത്ത് വെക്കണം. ഒന്ന് എന്താണ്? യുദ്ധത്തിന് ശേഷം എന്ത് ചെയ്യും? 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകും. അതാണ് ഒരു ഓഫർ. 2-ാമത്തെ ഓഫർ എന്താണ്? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിച്ചിട്ട് കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തും. ഈ 2 ഓഫറായിരുന്നു ഓഗസ്റ്റ് ഓഫറിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഡൊമിനിയൻ പദവി അപര്യാപ്തമാണെന്ന് അറിയിച്ച് ഓഫർ തിരസ്കരിച്ചു. അതായത് ഞങ്ങൾക്ക് വേണ്ടത് ഡൊമിനിയൻ പദവിയൊന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ആ ഡൊമിനിയൻ പദവി എന്നൊന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട എന്നുള്ള അഭിപ്രായത്തിലായിരുന്നു ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും. അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് ഓഫർ എന്ത് ചെയ്തു? അന്നത്തെ പ്രബല 2 രാഷ്ട്രീയ കക്ഷികളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും. അപ്പോൾ ഈ 2 പാർട്ടികളും ഈ ഓഫർ നിരസിച്ചതോടുകൂടി ഓഗസ്റ്റ് ഓഫർ എന്തായി? പരാജയപ്പെട്ടു. അതിനുശേഷം വന്ന സംഭവമാണ് ക്രിപ്സ് മിഷൻ 1942. സർ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ യുദ്ധാനന്തര സ്വയംഭരണത്തിന് പകരമായി ബ്രിട്ടീഷ് യുദ്ധ ശ്രമങ്ങൾക്ക് ഇന്ത്യൻ പിന്തുണ ഉറപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നേരത്തെ അതേ ലക്ഷ്യം തന്നെയാണ്. ഓഗസ്റ്റ് ഓഫർ പരാജയപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ക്രിപ്സ് മിഷൻ, സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. അതിന്റെ ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല, 2-ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു. അതിന് പിന്നെ ഗാന്ധിജി കൊടുത്തൊരു വിശേഷണമൊക്കെ ഉണ്ടല്ലോ, എന്താ? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നും നൽകുന്ന കാലഹരണപ്പെട്ട ചെക്ക് എന്നൊക്കെയാണ് ഈ ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അങ്ങനെ ക്രിപ്സ് മിഷൻ എന്തായി? പരാജയപ്പെട്ടു. പിന്നീട് 1945 വേവൽ പ്ലാൻ വരികയാണ്. അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു ആണ് ഈ വേവൽ പ്ലാൻ അവതരിപ്പിച്ചത്. ഇന്ത്യൻ നേതാക്കളുമായി ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യ പ്രാതിനിധ്യത്തോടെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പുനഃസംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചു. അതായത് ഈ വേവൽ പ്ലാന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഇടക്കാല സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ സമയത്ത് ഒരുപാട് ഇടക്കാല സർക്കാരുകൾ രൂപീകരിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഇന്ത്യൻ നേതാക്കളുമായി ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യ പ്രാതിനിധ്യത്തോടെ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ പുനഃസംഘടിപ്പിക്കാനും ഒരു നിർദ്ദേശം വെച്ചു. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു വേവൽ പ്ലാന് മുന്നോട്ട് വെച്ചത്. അതിനുശേഷമാണ് എന്ത് വരുന്നത്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ള
ഒരു പദ്ധതിയായിരുന്നു ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നേതൃത്വത്തിന് അധികാരം കൈമാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനും രാജ്യത്തിന്റെ ഭാവി ഭരണത്തിന്റെ രൂപരേഖ തയ്യാറാക്കാനും ബ്രിട്ടീഷ് സർക്കാർ അയച്ചത് ക്യാബിനറ്റ് മിഷനെയായിരുന്നു. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നത് എന്തിനാണ്? ഇന്ത്യക്ക് എന്ത് ചെയ്യുക, അധികാരം കൈമാറാം. നമുക്കറിയാം 1947 ഇന്ത്യക്ക് അധികാരം കൈമാറുന്നത് ബ്രിട്ടീഷുകാർ. 1946 തന്നെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നത് 1946. പിന്നെ എന്ത് ചെയ്യുക, ഇന്ത്യക്ക് ഭാവി ഭരണത്തിന്റെ രൂപരേഖ തയ്യാറാക്കുക, അതായത് ഒരു ഭരണഘടന തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു ലക്ഷ്യം. ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിക്കുന്നതിനുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നത് എവിടെ? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം ചേർന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫെയ്സ്പൂര്, ഓപ്ഷൻ ബി കൽക്കട്ട, ഓപ്ഷൻ സി ബോംബെ, ഓപ്ഷൻ ഡി ത്രിപുരി. ഇതിലെവിടെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിക്കുന്ന ഇന്ത്യൻ കോൺഗ്രസിന്റെ യോഗം ചേർന്നത്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എവിടെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ബോംബെയിലാണ് അല്ലെ. ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. 1942 ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ് ഈ ഒരു സമ്മേളനം നടന്നത്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയത് ഈ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ 1942 ഓഗസ്റ്റ് 8 ബോംബെയിലാണ്. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയത്. 1942 ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രതിഷേധം ആരംഭിച്ചു. 1942 കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ അടിയന്തര കാരണം ക്രിപ്സ് മിഷന്റെ പരാജയമായിരുന്നു. നമുക്കറിയാം 1942 ക്രിപ്സ് മിഷൻ വന്നത്. നമ്മൾ പറഞ്ഞു ഗാന്ധിജി കാലഹരണപ്പെട്ട ചെക്ക് എന്നൊക്കെ വിശേഷിപ്പിച്ച ഈ ക്രിപ്സ് മിഷൻ പരാജയമായതിനെ തുടർന്നാണ് കോൺഗ്രസ് എന്ത് ചെയ്തത്, ഒരു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവരിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ച കാരണം എന്ത്? അപ്പോൾ വേവൽ പ്ലാനിന്റെ പരാജയം, പിന്നെ ക്രിപ്സ് മിഷന്റെ പരാജയം, സൈമൺ കമ്മീഷന്റെ പരാജയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഏതാണ് യഥാർത്ഥ കാരണം? ക്രിപ്സ് മിഷന്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് കോൺഗ്രസിനെ നയിച്ചത്. ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കിയത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കിയത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ അസഫ് അലിയാണ് അല്ലെ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമര നായിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ അസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ, അഥവാ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത് ഗാന്ധിജി മുഴക്കിയ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു അല്ലെ. അപ്പോൾ എന്താണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം? എന്തായിരുന്നു? ഡു ഓർ ഡൈ, അഥവാ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന്റെ മുദ്രാവാക്യം. ഇനി ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് വിളിച്ചത് ആരാണ്? യൂസുഫ് മെഹ്റലിയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന പ്രമേയത്തിന്റെ ശില്പി, എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? യൂസഫ് മെഹ്റലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കിയത് അല്ലെങ്കിൽ വിളിച്ചത് ആരാണ്? യൂസുഫ് മെഹ്റലിയാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സൈമൺ കമ്മീഷൻ, ഓപ്ഷൻ ബി ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ഡി നിയമലംഘന പ്രസ്ഥാനം. ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്? ഇത് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ അടുത്തും ഈ കഴിഞ്ഞ വർഷം ഒരു എക്സാമിന് ഖാദി ബോർഡ് LDC കാണുന്ന എൻ്റെ ഓർമ്മ ചോദിച്ചിട്ടുണ്ട്. കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ് എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പേര് തന്നെ ഒരു സാമ്യം ഉണ്ടല്ലേ, ക്വിറ്റ് ഇന്ത്യ കീഴരിയൂർ. ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. മാത്രമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു? കീഴരിയൂർ ബോംബ് കേസിന്റെ പ്രധാനപ്പെട്ട നേതാവ് KB മേനോനാണ്.
അപ്പോൾ അതും ഓർത്ത് വെക്കാം. കീഴരിയൂർ ബോംബ് കേസ് എന്നതിനെ നമ്മൾ ഷോർട്ടാക്കി എഴുതുകയാണെങ്കിൽ KB എന്ന് എഴുതിക്കൂടെ. കീഴരിയൂർ ബോംബ് എന്നുള്ളത് KB എന്ന് ഷോർട്ടാക്കി എഴുതിക്കൂടെ. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിലെ പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു? KB മേനോൻ ആയിരുന്നു. ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന പ്രസിദ്ധമായ ബോംബ് കേസാണ് കീഴരിയൂർ ബോംബ് കേസ്. ഡോക്ടർ KB മേനോൻ ഇതിനായി സഹപ്രവർത്തകരുടെ സഹായത്തോടെ മലബാർ പ്രദേശത്തെ കീഴരിയൂർ എന്ന സ്ഥലത്ത്, കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് കീഴരിയൂർ, അതായത് മലബാറിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശമായിരുന്നു കീഴരിയൂർ എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്ത് വെച്ച് എന്ത് ചെയ്തു? ഈ ഡോക്ടർ KB മേനോന് സഹപ്രവർത്തകരെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു? സംഘം ചേർന്നൊരു ഗൂഢാലോചന നടത്തുകയാണ്. അങ്ങനെ ഈ ഗൂഢാലോചന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. 1942 നവംബർ 17 കേസിന് ആസ്പദമായ സംഭവം. ഗാന്ധിജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട്, ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തത് അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ആളാണ്. ആര്? KB മേനോൻ. അമേരിക്കയിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്, ഡോക്ടർ KB മേനോൻ. അദ്ദേഹം ഗാന്ധിജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്തു? കേരളത്തിൽ തിരിച്ചെത്തിയ ആളാണ്. അങ്ങനെ KB മേനോനും കൂട്ടുകാരും ചേർന്ന് കോഴിക്കോട് ചാലപ്പുറത്തെ വർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ ചേർന്ന രഹസ്യയോഗം നവംബർ 9 വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചു. വിവിധയിടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഞെട്ടിക്കാനായിരുന്നു പദ്ധതി. അതായത് ബോംബ് വെച്ച് ആരെയും കൊല്ലാനൊന്നും ആയിരുന്നില്ല അവരുടെ ഉദ്ദേശം. ഇത് ഒരുപാട് സ്ഥലത്ത് ഒരേ സമയത്ത് ആളപായമില്ലാത്ത രീതിയിൽ ബോംബ് പൊട്ടിച്ചിട്ട് ബ്രിട്ടീഷുകാരെ ഒന്ന് വിറപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു KB മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കീഴരിയൂർ ഗ്രാമത്തെ ബോംബ് നിർമ്മാണത്തിനു പറ്റിയ സ്ഥലമായി തെരഞ്ഞെടുത്തു. അപ്പോൾ എന്താണ് കീഴരിയൂർ ബോംബ് കേസ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയല്ലോ. അതായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കലാപമോ ഒരു എന്താ പറയുക കൊലപാതകമോ അതൊന്നും ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരുപാട് സ്ഥലത്ത് ഒരേ സമയത്ത് ബോംബ് പൊട്ടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഒന്ന് വിറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. നേതൃത്വം കൊടുത്തത് ആരാണ്? KB മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസ് KB. അങ്ങനെ ഓർത്ത് വെച്ചാൽ അത് മറന്നു പോകില്ല. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വതന്ത്ര സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചതാരും? ഈ 1857 റിവോൾട്ടിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്, പല ആളുകളും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമായിരുന്നു നൈദർ ഫസ്റ്റ് നോർ നാഷണൽ നോർ എ ഫ്രീഡം സ്ട്രഗിൾ, അഥവാ ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല. ഈ ഒരു വിശേഷണം ആരാണ് നൽകിയത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വില്യം ഡാർലിംബിൾ, ഓപ്ഷൻ ബി VD സവർക്കർ, ഓപ്ഷൻ സി RC മജുംദാർ, ഓപ്ഷൻ ഡി ബെഞ്ചമിൻ ഡിസ്രേലി. ഈ പറയുന്ന 4 പേരും ഈ കലാപത്തിന് ഓരോ വിശേഷണങ്ങൾ കൊടുത്ത ആളുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 4 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ ഒരു വിശേഷണം ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന വിശേഷണം നൽകിയത് ആര് എന്നാണ് ചോദ്യം. പെട്ടെന്ന് ആൻസർ കണ്ടെത്തുക. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. RC മജുംദാർ ആണ് എന്ത് ചെയ്തത്? ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്നുള്ള ഒരു മുദ്രാവാക്യം അല്ല ഒരു വിശേഷണം കൊടുത്തത്. ഇത് വേണം ഓർത്ത് വെക്കാൻ. ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞു തരാം, എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. RC നിങ്ങൾക്ക് അറിയില്ല, എന്താ വണ്ടിൻ്റെ RC ഒക്കെ പറയാറില്ലേ? ഈ RCയിലാണ് ഒരു വണ്ടി നാഷണൽ പെർമിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും RC നോക്കിയാൽ അല്ലേ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. RC ദേശീയമല്ല എന്നുള്ളൊരു വാക്ക് ഇതിലുണ്ടല്ലോ. ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല. ആ രീതിയിൽ ഓർത്ത് വെച്ചത് RC മജുംദാർ ആണ് ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്നുള്ള ഒരു വിശേഷണം ഈ 1857 റിവോൾട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞത്. 1887 കലാപത്തെ ഡോക്ടർ RC മജുംദാർ വിശേഷിപ്പിച്ചത് ആദ്യത്തേതോ ദേശീയമോ സ്വതന്ത്ര സമരമോ അല്ല എന്നാണ്. രാജ്യത്തിന്റെ വലിയ ഭാഗങ്ങൾ ബാധിക്കാത്തതിനാലും പലരും പങ്കെടുക്കാത്തതിനാലും കലാപം ഒരു ദേശീയ കലാപമല്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ അദ്ദേഹം ഇതൊരു ദേശീയ കലാപമല്ലെന്ന് പറയാനുള്ള കാരണമാണ് പറയുന്നത്. എന്താണ്? രാജ്യത്തിന്റെ വല്ലാത്ത ഭാഗത്തേക്കൊന്നും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇത് വ്യാപിച്ചതല്ലേ. ദക്ഷിണേന്ത്യയിലേക്കൊന്നും വന്നു കഴിഞ്ഞാൽ അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും ഇത് മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും ഇത് ബാധിച്ചിട്ടില്ല, പല ആളുകളും ഇതിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഇതൊരു ദേശീയ കലാപമല്ല എന്നുള്ള രീതിയിൽ അതിനെ പറഞ്ഞത് കേട്ടോ. അക്കാലത്ത് ഇന്ത്യൻ ദേശീയത അതിന്റെ ഭ്രൂണാവസ്ഥയിലാണെന്നും മജുംദാർ വിശ്വസിച്ചു. അതായത് ഒരു ദേശീയത വളർന്നു വരുന്നേ ഉള്ളൂ, ഒരു ദേശീയ പ്രക്ഷോഭത്തിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്കൊന്നും 1890 എത്തിയിട്ടില്ല. പിന്നെയും
80കളിലാണ് എന്തുണ്ടാവുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതും ഒരു ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ശക്തിപ്പെടുന്നതും ഒക്കെ. അപ്പോൾ അതിനൊക്കെ മുമ്പാണ് അവിടെ ഒരു എന്താ ഒരു ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഒരു ദേശീയത വളർന്നു വന്നിട്ടൊന്നുമില്ല. ഒരു ഭ്രൂണാവസ്ഥയിൽ എന്ന് പറയാം. അങ്ങനെ ഒരു പിറവി കൊള്ളുന്ന ഒരു സമയമാണ്. വലിയൊരു എന്താ പറയുക, വലിയൊരു സ്വാധീനമൊന്നും ചെലുത്താൻ പറ്റിയ ഒരു ദേശീയ പ്രസ്ഥാനമൊന്നും അന്ന് നിലവിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് RC മജുംദാർ ഈ രീതിയിൽ അതിനെ വിശേഷിപ്പിച്ചത്. 1857 കലാപത്തെക്കുറിച്ചുള്ള മറ്റു ചില അഭിപ്രായങ്ങൾ നോക്കാം. ഡോക്ടർ SN സെൻ എന്താ പറഞ്ഞത്? കലാപം ഒരു മതപരമായ പോരാട്ടമായി ആരംഭിച്ചെങ്കിലും സ്വാതന്ത്ര്യ സമരമായി അവസാനിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഒരു മതപരമായ പോരാട്ടമായിട്ടാണ് ഇത് ആരംഭിച്ചത്, പക്ഷെ അവസാനിക്കുമ്പോൾ എന്താണ്, അതൊരു സ്വാതന്ത്ര്യ സമരമായിട്ട് മാറിയത്. അതായത് നമുക്കറിയാം, ശിപ്പായിമാരാണ് ഈ ലഹളക്ക് തുടക്കം കുറിക്കുന്നത് അല്ലേ. ശിപ്പായിമാർ ലഹള നടത്താനുള്ള കാരണം എന്താണ്? അവരുടെ മതപരമായ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു അല്ലേ. ആ കാറ്ററിഡ്ജ് അവരുടെ മതപരമായ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് തുടങ്ങുന്നത്. പക്ഷെ തുടങ്ങിയത് അങ്ങനെയാണെങ്കിലും അവസാനമാകുമ്പോഴേക്കും എന്താവുന്നുണ്ട്, ഇതൊരു സ്വാതന്ത്ര്യ സമരമായി പരിണമിച്ചു എന്നുള്ളതാണ് SN സെന്നിന്റെ നേതൃത്വത്തിലുള്ള SN സെന്നിന്റെ അഭിപ്രായം. SN സെന്നിന്റെ അഭിപ്രായം എന്താണ്? കലാപം ഒരു മതപരമായ പോരാട്ടമായി ആരംഭിച്ചുവെങ്കിലും സ്വാതന്ത്ര്യ സമരമായി അവസാനിച്ചു എന്നാണ് സെന്ന് പറയുന്നത്. ഇനി ബെഞ്ചമിൻ ഡിസ്രേലി, നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരാളാണ് ബെഞ്ചമിൻ ഡിസ്രേലി. അദ്ദേഹം പറഞ്ഞത്, കലാപത്തെക്കുറിച്ച് പറഞ്ഞത്, അഗാധമായ അവിശ്വാസത്തിൽ വേരൂന്നിയ ദേശീയ ഉയർച്ച എന്നാണ്. അഗാധമായ അവിശ്വാസത്തിൽ വേരൂന്നിയ ദേശീയ ഉയർച്ച എന്ന് ബെഞ്ചമിൻ ഡിസ്രേലി ഈ ഒരു സംഭവത്തെ നാഷണൽ റൈസിംഗ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയാം കേട്ടോ. അതായത് ബെഞ്ചമിൻ ഡിസ്രേലി എന്താ പറഞ്ഞത്? അഗാധമായ അവിശ്വാസത്തിൽ വേരൂന്നിയ ദേശീയ ഉയർച്ച എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി VD സവർക്കർ ആണ് എന്ത് ചെയ്തത്? ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇത് രണ്ട് അഭിപ്രായമുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് കാൾ മാക്സ് ആണ് എന്നും VD സവർക്കർ ആണ് എന്നും രണ്ട് അഭിപ്രായമുണ്ട്. പക്ഷെ PSCയുടെ ഔദ്യോഗികമായ രേഖകളിൽ കാണുന്നത് VD സവർക്കർ എന്നാണ്. PSC തന്നെ അതിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ ഇന്ത്യ ചരിത്രം എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആദ്യമായിട്ട് ഈ വിശേഷണം കൊടുത്തത് VD സവർക്കർ ആണ് എന്നും ആദ്യമായിട്ട് വിശേഷണം കൊടുത്ത വിദേശി ആരാണ്, കാൾ മാക്സ് ആണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ് എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. കാരണം എപ്പോഴെങ്കിലും PSC തെറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ PSC ഇറക്കിയ ഈ പുസ്തകം വെച്ച് തന്നെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക, VD സവർക്കർ ആണ് ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത്. എന്നാൽ കാൾ മാക്സിന് കൊടുത്ത വിശേഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ച വിദേശി ആരാ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കാൾ മാക്സ് ആണ്. അത് മാറിപ്പോകണ്ട. ഞാൻ ഈ PSC പുറത്തിറക്കിയ പുസ്തകത്തിൽ പറയുന്ന ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്. കാരണം അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥിതിക്ക് PSC തന്നെ ഇറക്കിയ ഒരു പുസ്തകം നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഏറ്റവും നമുക്ക് ആധികാരികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അതാണ്. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ PSC ഇതുവരെ ചോദിച്ച സമയത്തൊന്നും ആ ഓപ്ഷനിൽ ആരുണ്ടായിരുന്നില്ല, കാൾ മാക്സിന്റെ പേരുണ്ടായിരുന്നില്ല. VD സവർക്കർ തന്നെയായിരുന്നു ഉത്തരമായിട്ട് കൊടുത്തിരുന്നത്. പിന്നെ മറ്റൊരു വ്യക്തിയാണ് വില്യം ഡാർലിംബിൾ. വില്യം ഡാർലിംബിൾ ഉയർത്തെഴുന്നേൽപ്പ് അഥവാ അപ്രൈസിംഗ് എന്നാണ് പറഞ്ഞത്. മറ്റേത് നാഷണൽ റൈസിംഗ് എന്ന് പറഞ്ഞ ആളുടെ ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. ഇത് വില്യം ഡാർലിംബിൾ എന്താണ്? അപ്രൈസിംഗ് അഥവാ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് പറയുന്നത്. ഇത് വേണമെങ്കിൽ ഓർത്ത് വെക്കാൻ ചെറിയൊരു കോഡ്, ഞാൻ ഓർത്ത് വെച്ചൊരു കോഡ് പറഞ്ഞുതരാം. ഒരു ടാർ എന്നുള്ള വാക്കുമായിട്ട് കണക്ട് ചെയ്യുക. റോഡൊക്കെ ടാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ അല്ലേ സൂചിപ്പിക്കുന്നത്? നാടുകളൊക്കെ ഒന്ന് വികസിച്ച് വരികയാണെന്ന്, റൈസ് ആയി വരികയാണല്ലോ, അപ്രൈസിംഗ് ആണ്. ആ രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യുക. വില്യം ഡാർലിംബിൾ എന്താണ്? ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് എന്തിനെ വിശേഷിപ്പിച്ചത്? 1887 വിപ്ലവത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ മറ്റൊരു പ്രധാന നേതാവാണ് SB ചൗധരി. SB ചൗധരി ഇതിനെ വിശേഷിപ്പിച്ചത് എന്താണ്? ആഭ്യന്തര കലാപം എന്നാണ്. SB ചൗധരി വിശേഷിപ്പിച്ചത് എന്താണ്? ആഭ്യന്തര കലാപം എന്നാണ്. അപ്പോൾ 1887 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? SB ചൗധരിയാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. നമ്മൾ 10 ചോദ്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്തെങ്കിലും ഓരോ ചോദ്യത്തിനും 10ഓളം വരുന്ന ഉപചോദ്യങ്ങൾ നമ്മൾ ഇതിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 100ഓളം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ മാറിയിട്ടുണ്ടാകും. ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.